വിഴിഞ്ഞം തുറമുഖത്തെ വമ്പൻ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ ആശങ്കകളോട് പൂർണ്ണമായും യോജിച്ച സർക്കാർ ഓഹരി കൈമാറ്റം സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്നും പത്രവാർത്തകളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരിയാണ് MSC കമ്പനിക്ക് കൈമാറുന്നത്. ഇങ്ങനെയുള്ള കൈമാറ്റം വിഴിഞ്ഞത്ത് ഒരൊറ്റ കമ്പനിയുടെ കുത്തക ഉണ്ടാക്കുമെന്നും ഇത് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രിയും മറുപടി നൽകി. സംസ്ഥാനത്തിന്റെ താൽപര്യം ഉറപ്പാക്കിയേ വിഴിഞ്ഞത്ത് ഏതൊരു നീക്കവും ഉണ്ടാകുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകി. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപത്തിൽ ആശങ്കയ്ക്ക് കാരണമെന്താ? വിദേശ നിക്ഷേപം LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമാണെന്ന ദേശാഭിമാന വാർത്ത സെൽഫ് ഗോളായി മാറിയോ? കാണാം RDX. വിഴിഞ്ഞം തുറമുഖത്തെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി ബഹുരാഷ്ട്ര ഭീമനായി MSCക്ക് കൈമാറിയതാണ് വിവാദമായത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് MSCക്ക് 49% ഓഹരി അദാനി ഗ്രൂപ്പ് നൽകിയത്. 25% മുകളിലുള്ള നിക്ഷേപം ഉടമസ്ഥാവകാശ മാറ്റമായാണ് പരിഗണിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നൽകിയ റിപ്പോർട്ടിലാണ് 13,270 കോടി രൂപയുടെ ഓഹരി കൈമാറ്റം അദാനി വ്യക്തമാക്കിയത്. MSC കമ്പനിക്ക് നിക്ഷേപാവകാശം നൽകുന്നത് ഒരു പ്രത്യേക കുത്തകയ്ക്ക് അവകാശം നൽകുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ആശങ്ക ഉന്നയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരി കൈമാറ്റം സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് സംബന്ധിച്ചായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കകളോട് പൂർണ്ണമായി യോജിച്ച മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളും സുരക്ഷയും പൂർണ്ണമായി സംരക്ഷിച്ചു മാത്രമേ വിഴിഞ്ഞത്തെ ഏത് നീക്കവും അനുവദിക്കൂ എന്ന് നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. അതേസമയം വിഴിഞ്ഞത്തേക്ക് വിദേശ ഫണ്ട് വന്നത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമെന്ന് വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി വെട്ടിലായി. MSCയുടെ നിക്ഷേപത്തിൽ പിണറായി വിജയൻ തന്നെ ആശങ്ക ഉന്നയിച്ചതോടെ ദേശാഭിമാനി ഈ വാർത്ത വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. RDX ന്യൂസ് മലയാളം. ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. MSCക്ക് കുത്തകാവകാശം വരുന്നത് അപകടകരമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഒറ്റ കമ്പനി എല്ലാം തീരുമാനിക്കുന്നത് മത്സരക്ഷമതയെ ബാധിക്കുമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കേരളത്തിന്റെ വാണിജ്യ വികസനത്തിനും തുറമുഖത്തിന്റെ വികസനത്തിനും അപകടകരമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. മത്സരക്ഷമത ഏതൊരു വളരുന്ന വിപണിയുടെയും ആണിക്കല്ലാണ്. മാർക്കറ്റ് കോമ്പറ്റീവ്നെസ്സിനെ ഒറ്റയടിക്ക് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഈ മൊണോപ്പൊളി കേരളത്തിൻ്റെ പോർട്ട് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം പത്രവാർത്തയിലൂടെയാണ് അറിഞ്ഞതെന്നും അനുമതിയില്ലാതെ ഓഹരി കൈമാറാൻ കഴിയില്ല എന്നുമാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സർക്കാരിന് മുന്നിൽ അപേക്ഷ വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ സമ്മതിച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കയും മുഖ്യമന്ത്രി VD സതീശൻ ശരിവച്ചു. കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്നടക്കമുള്ള 5 ഉറപ്പുകളും മുഖ്യമന്ത്രി നൽകി. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെൻറ് നൽകിയിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു 5 കാര്യം ഗവൺമെൻറ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2, പൊതു താല്പര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ. 4-മത്തത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യണം. 5-മത്തത് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ദൂരക്കാഴ്ചയോട് കൂടിയ അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ. ഇനി ഇത് സംബന്ധിച്ച ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം ഒറ്റനോട്ടത്തിൽ എങ്ങനെയെന്ന് നോക്കിയാൽ 1991 വിഴിഞ്ഞത്ത് തുറമുഖം സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യം ശ്രമം തുടങ്ങുന്നത്. 8 വർഷങ്ങൾ ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി കരാർ ഒപ്പിട്ടെങ്കിലും പദ്ധതി നടപ്പായില്ല. 2004 സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനി വന്നെങ്കിലും സുരക്ഷാ അനുമതി കിട്ടിയില്ല. 2008 ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിക്ക് PPP മാതൃകയിൽ കരാർ നൽകി. നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടതോടെ ലാൻകോയും പിന്മാറി.
2013 സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുള്ള പുതിയ മാതൃക വന്നെങ്കിലും ആരും ടെൻഡറിന് എത്തിയില്ല. അദാനി പോർട്സ് ഉടമ ഗൗതം അദാനിയുമായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് ചർച്ച നടത്തി. 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും കേരള സർക്കാരും തമ്മിലുള്ള കരാർ ഒപ്പിട്ടു. 40 വർഷത്തെ കരാറിലാണ് സർക്കാർ ഒപ്പുവെച്ചത്. ഇത് 60 ഉയർത്താമെന്നും ഉപാധി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ MSC കമ്പനിയാണ് വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി വാങ്ങുന്നത്. MSC കമ്പനിയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡാണ് ഓഹരി വാങ്ങുക. 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകളുള്ള കമ്പനിയാണ് ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. വർഷം തോറും 70 ദശലക്ഷത്തിലധികം ചരക്ക് നീക്കശേഷിയും ഈ കമ്പനിക്കുണ്ട്. അദാനിയും MSCയുമായുള്ള ഇന്ത്യയിലെ 3ാമത്തെ തുറമുഖ സഹകരണമാണിത്. ഏകദേശം 13,270 കോടി രൂപയ്ക്കാണ് MSC ഓഹരികൾ സ്വന്തമാക്കുന്നതെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അദാനി പോർട്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച് ലഭ്യമായ ഡേറ്റകൾ എന്നുള്ളത്. ഇതിൽ സത്യത്തിലൊരു ആശയക്കുഴപ്പം മൊത്തത്തിൽ ഇരുകൂട്ടർക്കും ഉണ്ടായി എന്നാണ് എനിക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. പക്ഷേ നിയമസഭയിൽ ഇരുവർക്കും ഒരേ സ്വരം തന്നെയാണ് ഈ വിഷയത്തിൽ. കാരണം സംസ്ഥാന താല്പര്യം എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന എന്നുള്ളത്. പക്ഷേ അപ്പോഴും ഇത് നമ്മുടെ ഗവൺമെൻറ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്രൊണോളജിക്കലോടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലായിരിക്കും. 3ാമത് അറിഞ്ഞാൽ മതിയായിരിക്കും. പക്ഷേ എങ്കിലും അത് അറിഞ്ഞിട്ടില്ല എന്ന് നിയമസഭയിൽ പറയേണ്ടി വരികയാണ്. അപ്പോഴും ഒരു വലിയ വമ്പൻ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു. ആ നിക്ഷേപം പക്ഷേ അതൊരു വൻ വിവാദത്തിലേക്കും വഴിമാറുകയാണ് നിലവിൽ. ആണ്. ഇതിനകത്ത് ഒരു ചെറിയ പിശക്, ചെറുതല്ല, അത് സ്പീഡിൽ എഴുതി വന്നതുകൊണ്ടായിരിക്കാം വന്നൊരു പിശകുണ്ട്. പക്ഷേ അത് ടോട്ടലായിട്ടുള്ള അർത്ഥത്തെ മാറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വിഴിഞ്ഞം പോർട്ടിൽ 49% ഷെയർ MSC കമ്പനി എടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞായിട്ട് കാണുക. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി പോർട്സ് എന്ന കമ്പനിക്കുള്ള ഷെയറിൻ്റെ 49% ഷെയറാണ് ഈ പറയുന്ന MSC എന്ന് പറയുന്ന വലിയ കമ്പനി എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല? അതായത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പിന്നെ ഈ അദാനി പോർട്സ് എന്ന കമ്പനിയും ചേർന്നുള്ള ഒരു പരിപാടിയാണല്ലോ. അതിനകത്ത് അദാനി പോർട്സിൻ്റെ കൈവശമുള്ള ഷെയറിൽ അവർ 49% ഷെയർ MSCയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. മനസ്സിലായില്ല? അതാണ് അതിൻ്റെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 49 ഒരു 100ആയി പരിഗണിച്ചു. കറക്റ്റ്, അങ്ങനെയാണ്. അതാണ് അവരുടെ ഷെയർ അവർ കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിനകത്ത് തന്നെയും പക്ഷേ പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം, അദാനി പോർട്സിന് വിഴിഞ്ഞം പദ്ധതിയിലുള്ള അത് ഏതാണ്ട് ഒരു 28% ആയിരിക്കും അങ്ങനെ പരിഗണിച്ചാൽ. ആകെ 28%-ൻ്റെ 49% പോലും 13,270 കോടി രൂപ വിലമതിക്കുന്ന ഓഹരിയാണ്. എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം പദ്ധതി എത്രമാത്രം വലുതാണ്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എത്രമാത്രം പ്രധാനപ്പെട്ടതും വലുതുമാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ എടുക്കണം. അതായത് ഈ വിഴിഞ്ഞം പദ്ധതി എന്നത് 29% എങ്കിലും അല്ലെങ്കിൽ 29-30% കൈവശം വെക്കുന്ന അദാനി പോർട്സിൻ്റെ ആ 29%-ന് 49% പോലും 13,270 കോടി രൂപയുടെ വാല്യൂ ഉണ്ട് എന്നത് നമ്മുടെ ഈ പദ്ധതിയുടെ വലുപ്പത്തെക്കുറിച്ച്, ഈ വിഴിഞ്ഞം പോർട്ട് എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭവമാകും. ഇപ്പോൾ 49% ഓഹരികൾ വാങ്ങിയിരിക്കുന്ന ഈ കമ്പനി ഈ ഇത്രയും വലിയൊരു ഡീല് നടത്തുമ്പോൾ ഇതിൻ്റെ ബേസ് ഇരിക്കുന്ന കേരള സർക്കാർ എന്നുവെച്ചാൽ 40 വർഷക്കാലം കഴിഞ്ഞാൽ ഇവർ കേരള സർക്കാരിനാണ് സമ്പൂർണ്ണ ഉടമസ്ഥത. 40 വർഷക്കാലം കഴിഞ്ഞാൽ അദാനി പോർട്സിനോ ഈ MSCയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി വന്നാലോ ഈ വിഴിഞ്ഞം പദ്ധതിക്കകത്ത് ഒരു അവകാശവുമില്ല. 40 വർഷത്തേക്കുള്ളൊരു പാട്ട അവകാശം മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് കാണണം. 40 വർഷം കഴിഞ്ഞാൽ ഒരു 2000 ആ വർഷത്തോട് കൂടിയിട്ട് ഇത് സമ്പൂർണ്ണമായിട്ട് ഇതിൻ്റെ മുതലാളി, ഉടമ കേരള സർക്കാരായി മാറും. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അസറ്റായിട്ട് വിഴിഞ്ഞം പോർട്ട് മാറും. അപ്പം 40 വർഷത്തിന് ശേഷം നമ്മുടെ കൈവശത്തേക്ക് വരേണ്ട ഒരു സംഗതിക്കകത്ത് ഒരു പങ്കാളി അവരുടെ പങ്കാളിയായിട്ട് മറ്റൊരു വലിയ ഭീമനെ ചേർക്കുന്നത് കേരള സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നതിൽ ഒരു അമ്പരപ്പുണ്ടാക്കാനുള്ള എതിർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇക്കാര്യത്തിൽ ഒരേ സ്വരം ഉണ്ടായി വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പാടില്ലല്ലോ. ഇപ്പോൾ നിയമപരമായിട്ട് സാധിക്കാമോ എന്ന് എനിക്കറിയാവുന്ന വിധത്തിൽ ഈ ChatGPTയോടും ജെമിനിയോടൊക്കെ ചോദിച്ചു. നിയമപരമായിട്ട് ഇത് സാധിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ അന്തിമമായിട്ടുള്ള ഡീലിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ, അന്തിമമായിട്ട് ഈ ഡീലിൻ്റെയൊക്കെ ഈ ഷെയർ കൈമാറ്റത്തിനൊക്കെ കമ്പനികൾക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അന്തിമമായിട്ടുള്ള ഡീലിൽ എത്തിയതിന് ശേഷം മതി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചാലേ നിയമപരമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ അന്തിമമായിട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ അന്തിമമായിട്ട് എത്തിയിട്ടില്ല എന്ന് പറയാം. പക്ഷേ അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെയൊരു ഡീല് നടന്നതായിട്ട്, ഓഹരി കൈമാറ്റം നടന്നതായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് സാധിക്കും.
അവസാനമായിട്ട്, അതായത് ഈ പറയുന്ന പ്രപ്പോസൽ ഘട്ടം കഴിഞ്ഞ് ഒരു മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ ഡീല് സമ്പൂർണ്ണമായതിനു ശേഷം സമ്പൂർണ്ണമാകുന്നതിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനോട് അനുമതി എടുത്താൽ മതി എന്നതാണ്. കേരളത്തിന് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതിയൊക്കെ വേണ്ടി ഒരു അത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് ഇതിനകം തന്നെ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഈ MSC പോർട്ടും അദാനി പോർട്സിൻ്റെ അധികൃതർ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗലി ചെന്നിട്ട് ഇവരെ എന്തെങ്കിലും കേസ് കൊടുക്കാവുന്ന നിലയോ മറ്റോ ആയിട്ടില്ല എന്നാണ് ഞാൻ പെട്ടെന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ചെന്നിട്ട് ഉടനടി അവരോട് ചെന്നിട്ട് കുഴപ്പത്തിലേക്ക് പോകാനും മറ്റും പോകാവുന്നൊരു ഘട്ടത്തിലെത്തിയിട്ടില്ല. പിന്നെ അദാനി പോർട്സ് തീരുമാനിക്കുകയാണ് ഇവർ കൂടെ വന്നാൽ ഇത് കുറേ കൂടെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ പറയുന്ന MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളുള്ളതാണ്. 2 ലക്ഷത്തോളം ജീവനക്കാരുള്ളൊരു കമ്പനിയാണ്. 900-ലേറെ കപ്പലുകൾ എല്ലായിടത്തുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വമ്പൻ സംവിധാനമാണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. കേരളത്തിലേക്ക് ഒറ്റത്തവണയായിട്ട് എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായിരിക്കും ഇതെന്നൊക്കെ ഇന്നത്തെ പത്രങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ മത്സരക്ഷമത കുറയും എന്നതാണ് പ്രതിപക്ഷ നേതാവെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം. അത് വസ്തുതാപരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വമ്പൻ കുത്തകയാണ്. പക്ഷേ ഇവർ 2 പോർട്ടുകൾ കൂടെ ഇതേപോലെ അദാനി ഇവരോട് സഹകരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഒന്ന് മുന്ദ്ര, ഒന്ന് ചെന്നൈയിലെ ഒരു തുറമുഖം കൂടെ അദാനി പോർട്സാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് ഈ MSC പോർട്സിന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഈ ഷെയർ ഉണ്ട്. അപ്പോൾ അവരുടെ മൂന്നാമത്തെ ഒരു സഹകരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സഹകരണത്തെ എങ്ങനെയെങ്കിലും പിന്നെ നിഷേധിക്കാനോ തടയാനോ നിയമപരമായിട്ട് കേരള സർക്കാരിന് സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇതുവരെ അവരെ ഇങ്ങനെയാണെങ്കിൽ അന്തിമമായിട്ട് ഒപ്പിട്ടില്ലെങ്കിൽ ഇനിയാണെങ്കിലും അറിയിച്ചാൽ മതി. പത്രത്തിലൂടെ അറിയിച്ചതിന് ശേഷം ഇതൊക്കെ അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഞങ്ങളിങ്ങനെ ഒരു പരസ്പരം കൈകോർക്കാൻ പോവുകയാണ്, ഇതിന് സമ്മതം തരണം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് സമ്മതം കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പം എന്താണ് ഈ കൊടുക്കേണ്ട എന്ന് വെച്ചാൽ ഇവരുടെ അഗ്രിമെൻ്റ് പ്രകാരം പിന്നെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ളൊരു കാരണം പറയണം. ഇത് വർഷങ്ങളായിട്ട് ലോകത്തെമ്പാടുമായിട്ട് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി MSC എന്ന് പറയുന്ന ഈ കമ്പനിയുമായിട്ട് അദാനി പോർട്ട് മറ്റു 2 രാജ്യത്ത് തന്നെ ഇങ്ങനൊരു സഹകരണം ഉണ്ടായിരിക്കെ കേരളത്തിൽ വിഴിഞ്ഞത്ത് മാത്രമായിട്ട് ഈ സഹകരണം പറ്റില്ല എന്ന് തീരുമാനമെടുക്കാൻ എന്ത് കാരണമാണ് കേരള സർക്കാരിന് അങ്ങോട്ട് പറയാൻ പറ്റുക എന്നെനിക്കറിയില്ല. ഇത് വൃത്തിയായിട്ട് നടന്നാൽ മതിയല്ലോ. ഇത് വൃത്തിയായിട്ട് നടന്നാൽ മതി. പിന്നെ കുത്തകവൽക്കരണമൊക്കെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളല്ലേ ഉണ്ടാവുക എന്ന സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് കേരള സർക്കാരിന് സമ്പൂർണ്ണമായിട്ട് ഇത് തടയുക എന്നതിലേക്ക് പോകുമോ എന്നെനിക്കറിയില്ല. ഇന്നത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്കണ്ഠകളെ ഞാനും ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിച്ച സ്വരത്തിലല്ല VD സതീശൻ സംസാരിച്ചതെന്ന് കൂടെ നമ്മൾ നോക്കണം. അതായത് 5 കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഞങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കൂ എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ 5 പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇതിന് അനുമതി തരുമെന്ന് വെച്ചാൽ അവർക്ക് സമ്മതിക്കുന്ന എന്താ തടസ്സം? അവരിത് പോസിറ്റീവായിട്ട് നടപ്പാക്കാനല്ലേ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ നടക്കാനാണ് സാധ്യത. പക്ഷേ ഇതിനകത്തുള്ള രാഷ്ട്രീയമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതിതാണ് ശ്യാമലി. അതായത് അദാനി കമ്പനിയുമായിട്ട് കൊമ്പ് കോർത്തിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനോ നരേന്ദ്രമോദിയോ അല്ല. നരേന്ദ്രമോദിക്ക് എതിർപ്പേ ഇല്ല. അദാനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരും അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന ആളായിട്ടാണ് അറിയുക. ഏറ്റവും ശക്തനായിട്ടുള്ള അദാനിയെ എതിർക്കുന്ന നേതാവ് VD സതീശൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി അദാനിയോട് ബന്ധമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. അദാനിയെ പിന്നെ എന്താണ് അവിഹിതമായിട്ട് സഹായിക്കുന്നൊന്നോ അല്ല സ്നേഹിക്കുന്നൊന്നോ ഒറ്റോ പറഞ്ഞിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് പ്രസംഗിക്കുകയും ചെയ്തതാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ അദാനി അദ്ദേഹത്തെ സ്വയം ശക്തിപ്പെടുത്താൻ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ഇങ്ങനെ വലിയ 13,700 കോടി രൂപയുടെ ഒരു വമ്പൻ സഹകരണം ഡീൽ ഉണ്ടാക്കുമ്പോൾ അത് ഗുണകരമല്ല സംസ്ഥാന താല്പര്യത്തിന് എന്ന് ഇവിടെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പറയും? കേരളത്തിലെ MP തന്നെ ആയിരുന്ന രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് നേരത്തെ അറിയിച്ചില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയോട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള VD സതീശനോട് നമുക്ക് ആ സഹകരണം വേണ്ട കേട്ടോ, നിങ്ങൾ നിഷേധിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുമോ അല്ലെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കുമോ? ഇതിൻ്റെ വഴിക്ക് പോകുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സഹകരണം നിശ്ചയമായിട്ടും അദാനി പോർട്ടിനെയും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെയും ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 40 വർഷത്തിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ് താത്വികമായിട്ട്, രേഖ അങ്ങനെയാണ്. അപ്പോൾ 40 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോഴേക്ക് അവർ പരമാവധി ലാഭം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ മികച്ച തോതിൽ നടപ്പാക്കപ്പെടുന്ന ഒരു ലോകത്തെ തന്നെ പ്രധാനപ്പെട്ടൊരു തുറമുഖമായിട്ട്, കാരണം അത്രയ്ക്ക് തന്ത്രപ്രധാനമായ തുറമുഖമാണ്, ലോകത്തെ പ്രധാനപ്പെട്ട വമ്പൻ കക്ഷികളെല്ലാം കണ്ണുവെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ലോകത്തെ ഷിപ്പിംഗ് മേഖലയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഈ MSC ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 40 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കുറേ കൂടി ശക്തിപ്പെടുത്തിയൊരു തുറമുഖമായിരിക്കും നമുക്ക് കിട്ടുക എന്ന് വേണമെങ്കിൽ ശുഭാപ്തി വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്ത് ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുമോ,
രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമോ? രാഹുൽ ഗാന്ധി പറയുന്നത് അദാനിക്കെതിരാണെങ്കിൽ വി ഡി സതീശനെ അനുകൂലിക്കുമോ? അനുകൂലിക്കുകയാണെങ്കിൽ എത്ര പ്രയാസത്തോടെയായിരിക്കും അദ്ദേഹം അനുകൂലിക്കുക? അങ്ങനെയാണെങ്കിൽ മറ്റെന്തൊക്കെ നാടകങ്ങൾ രാഷ്ട്രീയമായിട്ടുണ്ടാകും എന്നതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധ ചെലുത്തുന്നത്. മറ്റൊന്ന് ദേശാഭിമാനിയുടെ കാര്യമാണ്. ദേശാഭിമാനി ഇപ്പം വിഴിഞ്ഞം നമ്മൾ 10 കൊല്ലത്തെ കൈകാര്യം ചെയ്ത ടീമാണല്ലോ. അദാനിയും മറ്റേ മകൻ അദാനിയും ഗൗതം അദാനിയും ഒക്കെ വന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനൊക്കെ കാണുകയും സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് കണ്ടപ്പോൾ, ഈ 13,700 എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എഴുതിയൊരു വാർത്തയായിരിക്കും അത്. ദേശാഭിമാനി മാത്രമല്ല, മനോരമ, മാതൃഭൂമി എന്നിവരെല്ലാം തന്നെ ഈ പറയുന്ന ലൈനിൽ തന്നെയാണ് വാർത്ത എഴുതിയിട്ടുള്ളത്. വലിയ കേരളത്തിന് വലിയ മുന്നേറ്റമാണ് എന്ന്. ഒരുപക്ഷേ വിഴിഞ്ഞത്തേക്ക് 13,700 കോടി രൂപ വരുന്നു എന്ന് വെച്ചാൽ അത് ആ അർത്ഥത്തിൽ ശരിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഈ പറയുന്ന അദാനി പോർട്ടിൻ്റെ ആകെ ഷെയറിൻ്റെ 49% എടുത്തിട്ട് അദാനി പോർട്ടിന് ഈ 17,000 രൂപ കൊടുക്കുക എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം, ലളിതമായിട്ട് പറഞ്ഞാൽ 13,700 കോടി രൂപ. അപ്പോൾ അങ്ങനെ പിന്നെ കേരളത്തിനാകെ ഗുണകരമാണോ എന്ന് വെച്ചാൽ ഗുണകരമാണ്, ഇത്രയും വലിയ ഒരു സംഗതി വരുന്നു എന്നുള്ളത്. അപ്പോൾ മനോരമയും മാതൃഭൂമിക്ക് എഴുതിയ പോലെ ദേശാഭിമാനി എഴുതി, പക്ഷേ ദേശാഭിമാനിക്ക് അങ്ങനെ എഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഇവർ തമ്മിലുള്ള കോർഡിനേഷനൊന്നും അത്ര നല്ലതല്ല എന്നൊരു തോന്നൽ കൂടെ നമുക്കുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തോമസ് ഐസക്ക് വന്നിട്ട് ദേശാഭിമാനിക്ക് തെറ്റിപ്പറ്റി പോയതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി വരുമ്പോൾ അവരോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്ന് ദേശാഭിമാനിക്കോ CPM ലീഡർഷിപ്പിനോ തോന്നിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ സംവിധാനങ്ങൾക്കോ തോന്നിയിട്ടില്ല എന്നത് അവരുടെ സമയം ശരിയല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടെ എടുക്കണം. ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ MSCയിലേക്കും വിഴിഞ്ഞത്തേക്കും വരും. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി MSCയിൽ തന്നെയാണത്. അദാനിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എന്തു പറയും എന്നുള്ളത് ഉറ്റുനോക്കെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഒരു സംശയമായി ചോദിക്കുകയാണ്, ഈ അയോധ്യയിലെ വൻ കൊള്ള നടന്നല്ലോ, സ്വർണ്ണക്കൊള്ള, അതിൽ രാഹുൽ ഗാന്ധി ഇതുവരെ എന്തെങ്കിലും മിണ്ടിയോ? രാഹുൽ ഗാന്ധി മിണ്ടിയിരിക്കാൻ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ വന്ന് സ്വർണം കട്ടവൻ ആരപ്പ എന്ന് മുറി മലയാളത്തിൽ അദ്ദേഹം പാടിയതാണ്. എന്നിട്ട് അയോധ്യയിൽ ആരാ കട്ടതെന്ന് ഇതുവരെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ബൈറ്റായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ പാർട്ടി നേതാക്കളാണ് അജയ് റായി ഒക്കെയാണ് ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത്. അജയ് റായി അറസ്റ്റ് ചെയ്തു. അവരുടെ PCC പ്രസിഡന്റാണ്. വീട്ടുതടങ്കലിലാക്കി ഹോട്ടലിൽ. അതെ. പക്ഷേ എന്നാലും സമുന്നതനായ ഒരു നേതാവെന്ന നിലയ്ക്ക് ഇദ്ദേഹം അക്കാര്യത്തിൽ ഒരു കമന്റ് ചെയ്യാത്തത് ഞാനും സാഗൂതം വീക്ഷിക്കുകയാണ്. ഇത് വരുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തീർച്ചയായും സനീഷേട്ടൻ പറഞ്ഞപ്പോഴാണ് ആ കാര്യം ആലോചിക്കുന്നത്. ഇക്കാര്യത്തിലും അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടാവും എന്നുള്ളത് വരും ദിവസം കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഈ വാർത്ത വന്നപ്പം സ്വപ്നതുല്യമായ ഒരു നിക്ഷേപം വരുന്നു, കേരളത്തിന് വലിയ രീതിയിൽ വലിയ അവസരങ്ങളുടെ ഒരു വാതിൽ തുറക്കുന്നു, കേരളത്തിനും മാത്രമല്ല വിഴിഞ്ഞത്തിനും, ആ രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെ സമീപിച്ചു. പക്ഷേ ആകെ മൊത്തം ഒരു ആശയക്കുഴപ്പമുണ്ട് ഇക്കാര്യത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇപ്പോൾ ദേശാഭിമാനി ഇതിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ ദേശാഭിമാനി എഴുതിയത് വെച്ചാണെങ്കിൽ നിലവിൽ ഈ പ്രതിപക്ഷം പറഞ്ഞ ആശങ്കയുണ്ടല്ലോ, ഇവിടെ ഒരു മോണോപ്പൊളി വരും, കുത്തകയാകും എന്നുള്ളത്. പക്ഷെ അങ്ങനെയെങ്കിൽ അതിന് വിത്തിട്ടത് ആ സർക്കാരാണ് എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം അതിൽ വൃത്തിയായി എഴുതിയിട്ടുണ്ട്, ഇടത് സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പങ്കെടുത്തിരുന്നു എന്നുള്ളത് അതിൽ കൃത്യമായി ഒരു വരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയാണ് ഇത് ഇടത് സർക്കാരിന് കൂടിയുള്ള അവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി വന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നാണല്ലോ അവർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കതൊരു സെൽഫ് ഗോളായി തന്നെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശങ്കയുടെ മുന കൂടി ഓടിക്കുന്നതാണ് സത്യത്തിൽ ഇന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ അപ്പോഴും MSC എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ കോൺക്ലേവ് നടത്തിയാൽ പോലും MSC പോലുള്ളൊരു കുത്തക അത് ഇത്രയും വലിയൊരു ഓഹരിക്ക് അവകാശിയായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിൽ ഇവരാരും വിചാരിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. MSC ആയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. മറ്റേതെങ്കിലും കമ്പനികളോ പൊതുമേഖലാ കമ്പനികളോ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ തീർച്ചയായും ഇത്രയധികം ആദി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MSC ഈ മേഖലയിലെ ഏറ്റവും വലിയ വമ്പന്മാരാണ്, ഏറ്റവും വലിയ കുത്തകയാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇവിടെയുള്ളവരുടെ അവസരങ്ങൾ, ഇതൊരു മൾട്ടി ഓപ്പറേറ്റേഴ്സ് പോർട്ടായിട്ടാണല്ലോ ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ഈ കാര്യത്തിലൊരു ദീർഘവീക്ഷണം ഈ പദ്ധതിയുമായി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കാണുന്നത്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതാണെങ്കിലും ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഇവിടുത്തെ വിഴിഞ്ഞത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങൾ, ആശങ്കയുള്ള 5 കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ MSCയിൽ അത് തട്ടി നിൽക്കുമോ എന്നുള്ള വലിയ ആശങ്കയാണുള്ളത്. കാരണം ബാക്കിയുള്ളവരുടെ അവസരം MSC കവരുമോ? ഇവിടെയുള്ളവരുടെ ആരെങ്കിലും ചരക്ക് നീക്കത്തിന് പോകുമ്പോൾ MSCയുടെ കപ്പലുകൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരികയും അവരാവശ്യപ്പെടുന്ന റേറ്റിന് തന്നെ അതിൽ സമ്മതിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു നിർബന്ധിത സാഹചര്യം അവിടെ വരുമോ എന്നുള്ളതാണല്ലോ ആശങ്ക. അപ്പോൾ MSC ആണ് ഒരു പ്രശ്നം. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം ഈ ഉടമസ്ഥാവകാശം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട. പക്ഷേ തനിച്ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 49% എന്നുള്ളത് ഇത് ആകെയിൽ നിന്നല്ല, പക്ഷേ അദാനിയുടെ മാത്രം
49% നിന്നുള്ളതാണ്. അതിൽ നിന്ന് അതൊരു 100ആയി പരിഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 49% കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് അടിസ്ഥാനമായി വരുന്ന 25%, അല്ലേ? അതിലും കുറവേ വരുന്നുള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഇതിനകത്ത് തന്നെയും ഈ കമ്പനിയുടെ കൈവശം ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ 29% ഉള്ളതെന്ന് കരുതുക. അത് 100ആയിട്ട് പരിഗണിച്ചാൽ അതിന് 49% മറ്റവർ വാങ്ങിയിരിക്കുന്നു. അത് തന്നെ 25%. അതായത് ആ കമ്പനിയാണല്ലോ, ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ 25% കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, അവരുടെ കയ്യിലെ ഷെയറിൻ്റെ 25% കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് ഇവരെ അറിയിക്കണം, സർക്കാരിനെ അറിയിക്കണം. അതായത് നമ്മളൊരു കാര്യത്തിൽ ഒരു കമ്പനിയായിട്ട് നിന്ന് നമ്മൾ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ അത് നമ്മളെ ആ കമ്പനിയാണ്. പക്ഷേ ഇപ്പം ഞാൻ മാറിയിട്ട് ശ്യാമിനെയാണ് അതിൻ്റെ മുതലാളിയായിട്ട് വരുന്നതെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം എന്താണ് അതിൻ്റെ ചട്ടം. ഇതിൻ്റെ പ്രോട്ടോക്കോളുകൾ അത് അറിയിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആദ്യം RBI, പിന്നെ സെബി, പിന്നീട് 3ാം ഘട്ടത്തിൽ ഏതാണോ ആ സംസ്ഥാന സർക്കാർ ഉള്ളത് അതിനെ അറിയിച്ചാൽ മതി എന്നും സംസാരിക്കുന്നവർ പറയുന്നു എന്നുള്ളതും കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതെ, അപ്പോൾ അവരെന്തും ഒളിച്ചു കടത്തുന്നില്ല ഇതിലൂടെ. അതായത് അദാനി ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇതിലൂടെ ഒന്നും അവരും ഒളിച്ചു കടത്തുന്നില്ല എന്ന നിലയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രശ്നം വരുന്നത് MSCയിലാണ്. MSCയിലാണ് എല്ലാവരും ഇതിനകത്ത് ഈ NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കാര്യം ഡീല് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അദാനി പോർട്സ് നടത്തിയപ്പോൾ അതിനകത്ത് APSC സെഡ് എന്ന് വെച്ചാൽ അദാനി പോർട്ട് ആൻഡ് സംഗതി ആൻഡ് MSC ഗ്രൂപ്പ്സ് ടെർമിനൽ ആം TIL എന്ന് പറയുന്ന പ്രത്യേക ആമാണല്ലോ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്, നേരെ MSC അല്ല. അനൗൺസ് ഡെഫിനിറ്റീവ് അഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് TIL വിൽ ഇൻവെസ്റ്റ് ഫോർ 49% ഇൻട്രസ്റ്റ് ഇൻ AVVPL, അദാനി ഈ വിഴിഞ്ഞം പോർട്ട്. അതിനകത്തേക്ക് 49%. ദി ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്ട് ടു കസ്റ്റമറി അപ്രൂവൽസ് ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് അവിടെയൊക്കെ അനൗൺസ് ചെയ്യുന്നത് ഈ റെഗുലേറ്ററി അപ്രൂവൽസ് കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെയാണ്. അപ്പോൾ അത് ഇനിയും എടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ തരത്തിലുള്ള ലീഗലായുള്ള ഒരു പ്രശ്നമൊന്നും അവർക്ക് മുന്നിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് എത്രമാത്രം ഇതിൽ ഒരു കരാർ ബ്രീച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അവർക്ക് അത് അങ്ങനെ പറ്റില്ല. അതിപ്പോൾ ഒരു നയപരമായ ഒരു തീരുമാനം ഞങ്ങൾ ഇതിൽ കൈക്കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ഇതിലൊരു കരാർ ബ്രീച്ചിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നതേ ഇല്ല. അതായത് കരാർ ലംഘനത്തിൻ്റെ ഒരു കാര്യം വരുന്നേ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി നിലവിൽ നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ നമുക്കങ്ങനെ അവലോകനം ചെയ്യുമ്പോഴോ നമുക്കങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പോയിന്റ് എവിടെയും കിട്ടുന്നില്ല. പക്ഷേ ഈ ആശങ്കയായി തന്നെ നിൽക്കും. പിന്നെ നേരത്തെ ഈ സുരക്ഷയുടെ കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതുണ്ടായി. ഈ കുത്തകകൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത് മൊത്തത്തിലുള്ള ഒരു സുരക്ഷയെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ആ ആശങ്കയൊക്കെ അതേപടി ഭരണപക്ഷവും കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ട് നിലവിൽ ആ കാര്യത്തിലൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. കാരണം വിഴിഞ്ഞമാണ്, ഇതൊരു സംസ്ഥാന താല്പര്യമാണല്ലോ നിലവിൽ ഇതിൽ ഉയർന്നു നിൽക്കുന്നത്. ഇതിൽ ഒരേ സ്വരമായതുകൊണ്ട് തീർച്ചയായും ഇരുവരും ചേർന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അല്ലാതെ ഈ കാര്യത്തിൽ ഒരു ഏകപക്ഷീയമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു കടത്തലോ ഉണ്ടെന്നോ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാനും പ്രാഥമിക മനസ്സിലാക്കി. ഇതൊരു വിദ്യാർത്ഥിയായി മാത്രമേ നിലവിൽ ഈ കാര്യത്തിൽ സമീപിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അവൈലബിളായി ഇപ്പം നമുക്കിടയിലുള്ള സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കാണെങ്കിൽ പോലും ഇതിലൊരു പ്രശ്നങ്ങളുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇത് വന്ന് ഭവിക്കുന്നത്? ഇതിപ്പം പ്രതിപക്ഷത്തിരിക്കുന്നവർക്കാണെങ്കിലും ബാലഗോപാൽ അടക്കമുള്ളവർ പറയുന്നതാണ് ഇത് സംസ്ഥാനത്തെ 3ാമതും അറിയിച്ചാലും മതി എന്ന നിലയ്ക്ക്. അതായത് സെബിയിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം സനീഷേട്ടൻ വായിച്ചതാണല്ലോ, അപ്പോൾ ഇതിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇരു കൂട്ടർക്കും ഇതിൽ സംസ്ഥാന താല്പര്യം മാത്രമാണ് മുഖ്യ പരിഗണന എന്നുള്ളതാണ്. അതിൽ പക്ഷേ ദേശാഭിമാനി മാത്രമാണ് ഒറ്റപ്പെട്ടു പോയത് എന്നുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരികളാണ് MSC കമ്പനിക്ക് കൈമാറുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖത്ത് MSC ഒരു കുത്തക ശക്തിയായി മാറും എന്ന് ഉറപ്പ്. ഇത്രയധികം ഓഹരി കൈമാറ്റം നടത്തുന്നത് അറിഞ്ഞില്ല എന്നാണ് സർക്കാർ പറയുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കയോട് സംസ്ഥാന സർക്കാർ യോജിക്കുകയും ചെയ്തു. അദാനി ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ടിലേക്ക് യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ MSC കൂടി എത്തുന്നതോടെ വിഴിഞ്ഞത്ത് മറ്റ് കപ്പലുകൾ എത്തുമോ എന്ന ആശങ്കയും തികച്ചും ന്യായമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഭീമൻ നിക്ഷേപം വിഴിഞ്ഞം പോർട്ടിൽ ചില കാര്യങ്ങളിൽ നേട്ടവുമാണ്. ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രമുഖ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വിഴിഞ്ഞം പോർട്ട് മാറാൻ ഈ നിക്ഷേപം സഹായിക്കും. കൂടാതെ ബംഗ്ലാദേശ് മുതൽ ആഫ്രിക്ക വരെയുള്ള വ്യാപാര പാതയിൽ വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യും. ഇതോടെ കൊളംബോയുടെ പ്രാമുഖ്യം കുറയുകയും ചെയ്യും. എന്താണെങ്കിലും ഓഹരി കൈമാറ്റം സംബന്ധിച്ച് അദാനി കമ്പനി സർക്കാരിന് അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത്. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം.